ഇതിന്റെ ബീച്ചിലല്ല നമ്മള് ഫുഡ് അടിക്കാൻ പോയാലും ബീച്ചല്ല സുറൂർ പാല. നമ്മള് വെറുതെ രാത്രി ഇങ്ങനെ ഇരുന്ന് സുറൂർ ചോദിക്കുകയാണ് എങ്ങോട്ടെങ്കിലും പോവാൻ. ഇന്ന് നോക്കണ്ട 2 ദിവസമുള്ള ഡ്രസ്സ് കയറിക്കും എന്ന് പറഞ്ഞ് പാക്കാക്കി ഇതാ വണ്ടിയായിട്ട് വിട്ടിക്കുകയാണ്. അപ്പൊ ഇതാ മക്കളെ, നമ്മളെ കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് റോഡ് മാർഗം പോവുകയാണ്. ഞങ്ങൾ 4 പേര്, ഇതാ ഇല്യാസ്, മുഹമ്മദ്, സുറൂർ ആൻഡ് ഞാൻ 4 പേര് മുംബൈയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ കേരളം വിട്ട് ഇപ്പൊ നമ്മൾ കർണാടകയിലേക്ക് എത്തിയിട്ടുണ്ട്. ദക്ഷിണ കർണാടകയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദക്ഷിണ കർണാടകയിൽ നിന്ന് നേരെ ഉത്തര കർണാടകയിലേക്ക് പോവാണ്. ഏകദേശം കന്യാകുമാരി ടു കാസർഗോഡ് പോകുന്നത് പോലെ ദക്ഷിണ കന്നഡയിൽ നിന്ന് ഉത്തര കന്നഡയിലേക്ക് യാത്ര തിരിക്കുകയാണ്. എന്തായാലും നമ്മൾ യാത്ര പോകുന്നല്ലേ, ഒരു പാട്ട് പാടുന്നേ. ഓക്കെ. ഹുസ്നുൽ ജമാലാളെ കൽബിൽ അസർമുല്ല വിരിയുന്നു മോളെ, മഹിമാരാത്തിയെത്തും മധുരത്തിൽ വട്ടത്തിൽ വാർത്തകൾ ചൊല്ലും, അഞ്ജനത്തിനൊഴിയുള്ള കാലമൻ കണ്ണിൽ അഞ്ജനത്തിരിയായി പാടുന്നതും, അഞ്ജനത്തിൻ അവരും കഥ പറയാൻ പഞ്ചവണ്ണ തേരിലേറി പറന്നു പോകും, സ്വന്തമാക്കു അവളെ നികരളെ, എന്തെല്ലാം സുഖമുണ്ടെന്റെ ഉളിരെ. ഗൈസ്, രാത്രി ഉറക്കത്തിൽ നിന്നിട്ട് വന്നതുകൊണ്ട് സൗണ്ട് ശരിയായിട്ടില്ല, പല്ല് പോലും തേച്ചിട്ടില്ല. ഗൈസ്, ഇതാ ബ്രഷ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഡ്രൈവർ പമ്പിലേക്ക് ചവിട്ടുന്നില്ല. ഡ്രൈവർ പെട്രോൾ പമ്പിലേക്ക് ചവിട്ടാൻ. അങ്ങനെ ഗൈസ്, നമ്മളിവിടെ ടോൾ പ്ലാസയിൽ എത്തിയിരിക്കുകയാണ്. ഏതാ സ്ഥലം നോക്കണ, ഏതാ സ്ഥലം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ നമുക്ക് പല്ലേച്ചിട്ട് പോവാം. അവിടെ സ്പോട്ട് ഉണ്ട്, നമുക്ക് ഇവിടുന്ന് പല്ലേച്ചിട്ട് പോവാം. ഇങ്ങനെ ആയാലും അങ്ങോട്ട് പോകാ. NH66 എവിടെ വരുന്നുണ്ട് ഡ്രൈവർ? ഞാൻ പണ്ട് ലോറി പോകുന്ന ടൈമിന് ഇപ്പം വന്നിട്ടില്ല. ഇല്ല, പുതിയതായിട്ട് ലോറി ഡ്രൈവറാണ് നമ്മളെ മൂപ്പർ. NH66ലേക്ക് ഒറ്റ പോകലുണ്ട്, വലിയൊരടിയിലുണ്ട്. എന്നാ നമുക്കൊരു പാട്ട് പാടിയാലോ? എല്ലാവർക്കും റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. മഹാരാജ നിധിയേ മായാത്ത മണിയേ ഷാഹിദേ അബ്ദുൽ ഖാദർ ഒലിയേ, ഷാഹിദേ അബ്ദുൽ ഖാദർ ഒലിയേ. അമരിയ രാജകുമാര സുഗലോലുബനാമി ബിനുൽ അസീസ്, അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി, ഫക്കീറായി മാറി. അങ്ങനെ നിലവിലെ തിളക്കമായി വിരിയുന്ന മലരെ, കരളിലെ കടലിലെ ഇളങ്ങുന്ന കലിരെ, മണിമുത്ത് ഇരിയുമ്പോൾ ചിരിക്കുന്ന സരമാരൻ നിനക്കിതാ വരുന്നു മോളെ. അപ്പോ മച്ചമാരെ, ഇപ്പൊ നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു? ഗോവ. കോസ്റ്റ്യൂം ചേഞ്ച് ആയി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗോവ എത്തിയിരിക്കുന്നത്. പനാജിയിലേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഗോവയിൽ എത്തിയിട്ട് ഇറങ്ങിയിട്ട് കാണിച്ചത് എന്തൊക്കെയാണ്? ലോറി ഡ്രൈവർ ഫുഡ് അടിച്ചിരിക്കുന്നത് 2 ചപ്പാത്തി അല്ല, നമ്മളെ കുറച്ച് ചടപ്പിച്ച് മഴ കുറച്ച് ലാഗ് അടിപ്പിച്ചിട്ടുള്ളൂ. ഇതിന്റെ ബീച്ചിലല്ല നമ്മള് ഫുഡ് അടിക്കാൻ പോയാലും ബീച്ചല്ല സുറൂർ പല്ലേച്ചിക്കില്ല പഴയ ഇതുവരായിട്ട് അതാണ് പ്രശ്നം മക്കളെ. അങ്ങനെ നമ്മൾ ഗോവയുടെ സ്റ്റാർട്ടിങ്ങിൽ എത്തിയിരിക്കണേ. ഗോവ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. നാട്ടില് മഴ ഉണ്ടായി ടൈമില്ലേ? ഗോവ ബീച്ച് നോക്കി. ഗോവ ബീച്ചിലാണ് നമ്മളിപ്പോ കയറിയിരിക്കുന്നത്. ഗോവ ബീച്ചിലേക്ക് പോവാണ് മക്കളെ. വരൂ.
പരിപാടി ഉഷാറല്ലേ ചേച്ചി ഇവിടെ ഉള്ള ആളാണ്, ക്രൗഡാണ്. സെറ്റ് ഇവിടെ നിർത്തിക്കില്ല, ഞാൻ വരാനിരിക്കുന്ന പൂരം. ഹായ് ഗായ്സ്, നമ്മളെ ലക്ഷ്യസ്ഥാനം ഗോവയല്ല, പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ ചില്ലാക്കി. ഇങ്ങനെ അടിപൊളിയില്ലേ? പൊളിച്ചിക്ക് പക്ഷേ ഇതോടെ നിർത്തിക്കില്ല, ഇനി വരാനിരിക്കുന്ന ആളുള്ളൂ. ഓക്കെ.